ഇത് നമുക്ക് മുകുന്ദന് കൊടുക്കാം. ഇതെന്താ ബോംബോ? ഏയ്, ഇത് കുമ്പളങ്ങ വീട്ടിലെ. നമുക്കിത് രമേശിന് കൊടുത്താലോ? ഞാൻ ഈ കുമ്പളങ്ങ അങ്ങോട്ട് തരാൻ വന്നാ. അങ്ങ എടുത്തല്ലോ, ഒന്നുമേ ഇങ്ങ വേണം. ഞാനിത് ഗറാജിൽ കൊണ്ടുവെക്കാം. ബ്രിട്ടോ നീയോ? ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടാണ്. ഒരാശയം കൂടെ ഉള്ളു കേട്ടോ നമ്മുടെ ഓണത്തിന്റെ പരിപാടിക്ക്. Kumbalanga, tananana, kumbalanga, tananana, kumbalanga, tananana, kumbalanga des. അമ്മേ, നീ എവിടെയായിരുന്നടാ ഇന്നലെ രാത്രി? ഒരു മെസ്സേജ് ചെയ്തൂടെ? അത് മറന്നുപോയമ്മേ. ഇതെന്താ ഈ ബാഗിൽ? ഇത് കുമ്പളങ്ങ. ഇതെവിടുന്നാ? ഇത് നമ്മുടെ ബ്രിട്ടോ വന്നു. ഇത് നല്ല വലുതാണല്ലോ. നമുക്ക് ഓണപരിപാടിക്ക് ഓലൻ ഉണ്ടാക്കിയാലോ? അവര് ലിസ്റ്റ് കേട്ടമ്മ, നമുക്ക് ഈ തവണ ഓലം തന്നെ എടുക്കാം. ഞാനേ ഒന്ന് കുളിച്ചേച്ചു വരാം, നല്ല ക്ഷീണം. ഒന്നേ, അമ്മ ഓലൻ ഉണ്ടാക്കുമ്പോഴേ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പൗഡർ ഇടാറുണ്ട്. കാൽഷ്യം ഹൈഡ്രോയോ? അതെന്താടാ? ആ, അതൊരു വെള്ള പൊടിയാ, ഞാൻ കൊണ്ടുതരാം. നമുക്ക് ഈ തവണ അത് വെച്ചുണ്ടാക്കാം. ഹലോ പ്രേംകുമാർ, ഞാൻ നേടിപ്പോൾ ലിസ്റ്റ് ഇടാൻ പോവാ. തനിക്ക് വേണ്ടത് പെട്ടെന്ന് എടുത്തോ. എടോ, സാമ്പാർ എന്റെയാ, താൻ വേറെ വല്ലതും എടുക്ക്. എരിശ്ശേരിയോ? ആ, എരിശ്ശേരി എടുത്തോ. എരിശ്ശേരി എടുത്താൽ എരിശ്ശേരി കൊണ്ടുവരണം. വേറെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കൺഫ്യൂഷൻ ആക്കല്ലേ. ഓക്കെ, ശരി. ആ ഷമി, ഞാൻ ലിസ്റ്റ് ഇടാൻ പോവാ. ബി റെഡി. ഓക്കെ ഓക്കെ. ആ സെബാസ്റ്റിയ, ദേ ലിസ്റ്റ് ഇപ്പോൾ ഇടും. വേണ്ടത് പെട്ടെന്ന് എടുത്തോ. ഓക്കെ. ആ ശരി ശരി, ഓൾറൈറ്റ്. ആരോടും പറഞ്ഞ്. അപ്പോൾ സുമിത്രേ, നമ്മൾ സാമ്പാറാണല്ലോ അല്ലേ? എളുപ്പമുള്ള വേറെ എന്തെങ്കിലും എടുക്കണോ? ഓ, അത് സാരമില്ല ഏട്ടാ, സാമ്പാർ തന്നെ മതി. അതിനോട് ഒത്തിരി പച്ചക്കറി വീട്ടിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ ഇപ്പൊ പ്രസിഡന്റ് ഒക്കെ അല്ലേ, വലിയ ഐറ്റം ഇരുന്നോട്ടെ. ഓക്കെ, ശരി, ഡൺ. ആണെങ്കിൽ എന്നാൽ പിന്നെ ലിസ്റ്റ് ഇടാം. ലിസ്റ്റ് ഇട്ടു. സാമ്പാർ നമുക്കെടുക്കണം. സാമ്പാർ ഡൺ. ആഹാ, ലിസ്റ്റ് ഇട്ടതും എല്ലാരും എടുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു. എല്ലാരും മൊബൈലും കൈ പിടിച്ചിരിക്കുവാണോ? ആ, ഇനി നമുക്ക് ക്ലിനിക്കിലേക്ക് പോവാം. എൻ്റെ എടുത്തോ. എനിക്ക് എന്നാലും മനസ്സിലാവാത്തത് ആ പച്ച ബോൾ എവിടെ പോയിരുന്നു? കള്ളം കള്ളം കള്ളം. നിങ്ങളുടെ കാല് കണ്ടാൽ ഫുട്ബോൾ കളിച്ചായതെന്ന് പറയില്ല. വക്കീലിനോടും ഡോക്ടറിനോടും കള്ളം പറയാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ മിസ്റ്റർ മുകുന്ദൻ? ഡോക്ടറെ, ആക്ച്വലി അന്ന് എന്താ നടന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് ക്ലബിൽ നിന്ന് 2 പേക്ക് അടിച്ച് വീട്ടിലേക്ക് പോവായിരുന്നു. ഒറ്റ ഒന്ന് റിവൈൻഡ് ചെയ്തേ, ഒരു ഇൻസെപ്ഷൻ സ്റ്റൈൽ ഡയഗ്നോസിസ് ചെയ്യാം. ഞാൻ അന്ന് ക്ലബിൽ നിന്ന് 2 പേക്ക് അടിച്ച് വീട്ടിലേക്ക് പോവായിരുന്നു. നല്ല തണുപ്പുണ്ടല്ലോ, കാർ എടുത്തില്ലായിരുന്നു. ഡ്രിങ്ക്സ് ഒക്കെ എടുത്തതല്ലേ, ഓടിക്കണ്ടെന്ന് വെച്ചു. എത്ര പേക്ക് എടുത്തു? 2. 2 ഒരു 3 4 ഇങ്ങനെ സ്റ്റഡി ആയിരുന്നു. കുറച്ചൊക്കെ ആട്ടമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു? നിങ്ങൾ ഡോക്ടറാണോ അതോ വക്കീലോ? ഇങ്ങനെ നടന്ന്
വീട്ടിൻ്റെ അകത്തോട്ട് കേറാൻ തുടങ്ങി. എന്താ നിന്ന് കളഞ്ഞ? മുറ്റത്തൊരു ഗ്രീൻ കളർ ബോൾ. എവിടെ? അവിടെ. ഇത് ബോളാണെന്ന് ഉറപ്പാണോ? വല്ല കല്ലോ കുമ്പളങ്ങ ആയിക്കൂടെ? നല്ല ഉരുണ്ട പച്ച ബോൾ. നിങ്ങൾ എന്ത് സില്ലി ആയിട്ടായി പറയുന്നത്? കുമ്പളങ്ങയൊക്കെ എങ്ങനെ ഇവിടെ വരിക? നിങ്ങളുടെ കാല് കണ്ടിട്ട് അത് ഫുട്ബോളോ കല്ലോ അടിച്ചായതല്ല. ആണോ? ശരി, ഇനി ബാക്കി പറ. ഞാനത് കിക്കടിക്കാൻ തീരുമാനിച്ചു. അതെന്തിന്? മദ്യപിച്ച് നിങ്ങൾ നേരെ വീട്ടിലേക്കല്ലേ പോകണ്ടേ? ഞാനൊരു ഫുട്ബോൾ പ്ലെയർ അല്ലേ, പോരാത്തിന് ടീമിന്റെ ക്യാപ്റ്റനും ടോപ്പ് ഗോൾ സ്കോറർ. ഒരു ബോൾ കണ്ടു കഴിഞ്ഞാൽ ഈ മുകുന്ദൻ വെറുതെ വിടൂല, ഗോൾ അടിച്ചിരിക്കും. എന്നിട്ട് ഇയാള് ഗോൾ അടിച്ചാ നമ്മുടെ പെലെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു ഫ്രീ കിക്ക് അങ്ങ് എടുത്തു. അത് ബോളല്ല. ഭൂമികളിൽ പൊന്നോണം കണ്ടേ, അങ്ങകലെ ആത്മവിളികൾ കേൾക്കുന്നേ. പൊൻകുത്തിരി നെല്ലിൻ സദ്യമൊരുങ്ങുമ്പോൾ അത്തം മുതൽ മലയാളക്കര നിമക്കട്ടെ. ഓ ഓ തിത്തിത്താര നേരെ. ഓ തുമ്പപ്പൂവാൽ പൂക്കളം, വഞ്ചിപ്പാട്ടിൻ വള്ളം കളി, നിലവിളക്കിൻ ബലം വെച്ച് തിരുവാതിര കളി, കരഘോഷത്തോടെ പുലിക്കളി, വടംവലി, ഉറിയടി, താളം മേളം, നാടാകെ സന്തോഷം ആഘോഷം. ഭൂമികളിൽ പൊന്നോണം കണ്ടേ, അങ്ങകലെ ആത്മവിളികൾ കേൾക്കുന്നേ. പൊൻകുത്തിരി നെല്ലിൻ സദ്യമൊരുങ്ങുമ്പോൾ അത്തം മുതൽ മലയാളക്കര നിമക്കട്ടെ. ഓ ഓ തിത്തിത്താര നേരെ. ഓ ചേച്ചിമാരെ, ഇത്തവണത്തെ സദ്യ എങ്ങനെയുണ്ട്? ഏതാ ബെസ്റ്റ് ഐറ്റം? തോരൻ, സാമ്പാർ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കിട്ടല്ലോ, രണ്ടുപേരും കൊള്ളാലോ. പപ്പടം. ചേച്ചി ഏതെങ്കിലും കറി പറ. അത് ഓലൻ, സാധാരണ ഓലൻ വഴുവഴന്ന, ഇത് നല്ല ക്രഞ്ചി. താങ്ക് യു. എന്നാലും പ്രഭേ, കുമ്പളങ്ങ ചവിട്ടിയ കാലൊടിയുന്നു. അപ്പൊ ഗ്രൗണ്ടിൽ വെച്ചല്ലേ കാലൊടിക്കും. അതൊന്നും ഇല്ല, ആ ഡോക്ടർ ഫ്ലാഷ് ആക്കി. രാജീവട്ട ഒന്നും, ഏതായിരുന്നു ഇത്തവണത്തെ ഓണത്തിന്റെ ബെസ്റ്റ് ഐറ്റം? മൂന്നിന്റെ പെർഫോമൻസ് വേറെ എന്താ? അതല്ല രാജീവട്ട, ബെസ്റ്റ് ഫുഡ് ഐറ്റം. ഓ, ഓലൻ കൊള്ളാമായിരുന്നു. നല്ല ഫ്രഷ് കുമ്പളങ്ങ, പ്രത്യേക ടേസ്റ്റ്, നല്ലായിരുന്നല്ലേ? ഓക്കെ, താങ്ക് യു. പരിപ്പ്, അതാ ഫേവറേറ്റ്. എന്നാലും കുമ്പളങ്ങ ചവിട്ടിയ പ്രാവശ്യത്തെ ബെസ്റ്റ് ഐറ്റം ഓലനായിരുന്നു ടീച്ചറെ. സരോജിനി ടീച്ചർ പിന്നെ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാണ്. അത് പിന്നെ എന്റെ അല്ലേ അമ്മ. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഒരു സാധനം സ്പെഷ്യൽ ചേർത്തിട്ടുണ്ട്. എരിശ്ശേരി. ആഹാ, കൊള്ളാലോ. ചേട്ടന്റെ വീട്ടിൽ നിന്നല്ലേ എരിശ്ശേരി വന്നേ? ഷമ്മി, ഒന്നേ, ഈ തവണത്തെ ഓണത്തിന്റെ ബെസ്റ്റ് ഐറ്റം ഏതായിരുന്നു? ഇത്തവണത്തെ ഓണത്തിന് ഓലൻ വേറെ ലെവല് കിടുവേ. താങ്ക് യു. ആ പ്രേംകുമാറേ, എടാ ഈ കുമ്പളങ്ങയൊക്കെ തൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആടെയും കാലൊടിയോളാം. എടാ
ഇത് എന്തുവാടാ ഇത്? നീ വാറ്റിയതിലാണോ? ഹോം മെയ്ഡ്. ഹോം മെയ്ഡ്. ഓലൻ ഈ കുമ്പളങ്ങ ഒരു സംഭവമാണ് കേട്ടോ. ഷമ്മി, നമുക്ക് വൈകിട്ടൊന്ന് കൂടണ്ടേ? സോ ഗൈസ്, നിങ്ങളെല്ലാരും കേട്ടില്ലേ, ഈ ഓണസദ്യയിലെ ബെസ്റ്റ് ഐറ്റം ഓലനാണ്. അങ്ങനെ ഈ തവണത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ഇതാ അവസാനിച്ചിരിക്കുന്നു. If you like this video, share it with your friends and subscribe to our channel. വീണ്ടും ഒരു ഷോർട്ട് ഫിലിമുമായി ഞങ്ങൾ ഉടനെ വരും. Until then, bye. നിങ്ങൾ അറിഞ്ഞോ മുകുന്ദന്റെ കാലെങ്ങനെയാ ഓടിഞ്ഞത്? ഭയങ്കര തമാശ. പറഞ്ഞുതരാം. അല്ല ബ്രിട്ടോ, നിന്റെ കഴുത്തിനെന്താ പറ്റിയേ? അത് ഡോക്ടറെ ഒന്ന് ഫുട്ബോൾ ഹെഡ് ചെയ്തതാ. ഉറപ്പാണോ? കുമ്പളങ്ങല്ലോ. മുകുന്ദന് പണി കൊടുക്കുമല്ലേ? Kumbhalanga days.